ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 28 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. നാസ്കോം ചെയർപേഴ്സണായി നിയമിതയായത് ആരെന്നാണ്. എന്തിൻ്റെയാണ്? നാസ്കോമിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക. 2024 ഓഗസ്റ്റിൽ നാസ്കോമിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? സിന്ധു ഗംഗാധരനാണ്. നാസ്കോമിന്റെ ആണെന്ന് ഓർത്തു വെക്കാം. നാസ്കോമിന്റെ എന്തിൻ്റെയാണ്? നാസ്കോമിന്റെ ചെയർപേഴ്സണായിട്ടാണ് നിയമിതയായിട്ടുള്ളത്. ഇനി നാസ്കോമിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം. എന്താണ്? നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് എന്നുള്ളതാണ് നാസ്കോമിന്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആണ്. എന്തിൻ്റെയാണ്? നാസ്കോമിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? സിന്ധു ഗംഗാധരനാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ ബുക്കിന്റെ പേരെന്താണെന്ന് ആദ്യം നോക്കാം. മോദീസ് ഗവേണൻസ് ട്രയംപ്. എന്താണ് മോദീസ് ഗവേണൻസ് ട്രയംപ്? റീഷേപ്പിംഗ് ഇന്ത്യാസ് പാത്ത് ടു പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് ബുക്കിന്റെ പേര്. അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരെന്നാണ്? ആരാണ്? തരുൺ ചഗ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബുക്കിന്റെ പേരെന്ന് ഓർത്തു വെക്കാം. എന്താണ്? മോദീസ് ഗവേണൻസ് ട്രയംപ് റീഷേപ്പിംഗ് ഇന്ത്യാസ് പാത്ത് ടു പ്രോസ്പെരിറ്റി എന്നുള്ള ബുക്കാണ്. അപ്പോൾ ബുക്കിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരുടെ കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് പ്രകാശനം ചെയ്തത് ആരാണ്? അമിത്ഷായാണ് ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത്. ആ കാര്യം കൂടി ഓർത്തു വെക്കുക. ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കാം. എന്താണ്? തരുൺ ചഗ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് ലഡാക്കുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമുക്കറിയാം ലഡാക്ക് എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ ആ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലേക്ക് 5 ജില്ലകൾ കൂടി വരികയാണ്. എന്താണ്? ലഡാക്കിൽ 5 ജില്ലകൾ കൂടി നിലവിൽ വരാൻ പോകുകയാണ്. അപ്പോൾ പോയിന്റ് ഇതാണ്, പുതിയതായി 5 ജില്ലകൾ കൂടി നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം, ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ലഡാക്ക് ആണ്. അപ്പോൾ ഈ ജില്ലകളുടെ പേരെന്താണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം. സംസ്കാർ. എന്താണ്? സംസ്കാർ, അതേപോലെ ദ്രാസ്, ഷാം, നുബ്ര, അതേപോലെ ചാങ്താങ് എന്നീ 5 ജില്ലകളാണ് നിലവിൽ വരുന്നത്. എവിടെയാണെന്ന് ഓർത്ത് വെക്കാം. ലഡാക്കിലാണ്. ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ലഡാക്കിലാണ് ഈ 5 ജില്ലകൾ കൂടി നിലവിൽ വരുന്നത്. അപ്പോൾ നിലവിൽ ലഡാക്കിൽ എത്ര ജില്ലകളാണുള്ളത്? 2 ജില്ലകളാണ് നിലവിൽ ലഡാക്കിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതേവയൊക്കെയാണ് ലേ. എന്താണ്? ലേ എന്നുള്ളതും അതേപോലെ കാർഗിൽ എന്നീ 2 ജില്ലകളാണ് എന്താണ് ലഡാക്കിലുള്ളത്. അപ്പോൾ 5 ജില്ലകൾ കൂടി വരികയാണ് ലഡാക്കിലേക്ക്. ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കാം. സംസ്കാർ, അതേപോലെ ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നീ 5 ജില്ലകളാണ് ലഡാക്കിൽ നിലവിൽ വരാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ തകർന്നു വീണ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിന്ധുദുർഗിലാണ്. എന്താണ്? സിന്ധുദുർഗിലാണ് ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? സിന്ധുദുർഗിലാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അടുത്തിടെ ഈ ഒരു പ്രതിമ എന്താണ്? തകർന്നു വീണിരിക്കുകയാണ്. ഇനി എന്നാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? അത് 2023 പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 2023 നാവികസേനാ ദിനത്തോട് അനുബന്ധിച്ചാണ് എന്താണ് ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തത്. എന്നാണ് നാവികസേനാ ദിനം? അത് ഡിസംബർ 4 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ 2023 ഡിസംബർ 4 നടന്ന നാവികസേനാ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രതിമ സിന്ധുദുർഗിൽ അനാച്ഛാദനം ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക 2023 നാവികസേനാ ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു? അതും സിന്ധുദുർഗ് തന്നെയായിരുന്നു. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലായിരുന്നു ഈ ഒരു ആഘോഷത്തിന്റെ വേദിയായത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക. അടുത്തിടെ തകർന്നു വീണ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിന്ധുദുർഗിലാണ്. അപ്പോൾ എന്നാണ് അനാച്ഛാദനം ചെയ്തത്? 2023 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അനാച്ഛാദനം ചെയ്തത്. നാവികസേനാ ദിനത്തോടനുബന്ധിച്ചാണ്, ആ ഒരു ദിനത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തത്.
അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ മിഥുൻ എന്ന മൃഗത്തെ ആദ്യമായി ഔദ്യോഗികമായി ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതെന്നാണ്? ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. അപ്പോൾ എന്താണ്, ഏത് മൃഗത്തെയാണെന്ന് ഓർത്തു വെക്കുക? മിഥുൻ. എന്താണ്? മിഥുൻ എന്നുള്ള ഒരു കന്നുകാലി മൃഗത്തെയാണ് ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഔദ്യോഗിക രേഖകളിലൊക്കെ എന്താണ് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഏതിൻ്റെയാണ്? അസം സംസ്ഥാനത്തിൻ്റെയാണ്. അപ്പോൾ ഈ പോയിന്റ് എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലാക്കാം. അസം സംസ്ഥാനത്ത് ഇതിനു മുമ്പ് എന്താണ് കന്നുകാലി സെൻസസ് ഒക്കെ നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ മിഥുൻ എന്നുള്ള ഈ ഒരു മൃഗത്തിന്റെ പേര് മറ്റുള്ളവ, എന്താണ്? മറ്റുള്ളവ എന്നുള്ള കാറ്റഗറിയിലാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കന്നുകാലി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കന്നുകാലികളുണ്ട്. ഇപ്പോൾ പശു ആണെങ്കിൽ ആ ഒരു സെൻസസ് എടുക്കുമ്പോൾ, അതായത് കന്നുകാലി സെൻസസ് എടുക്കുമ്പോൾ ഇപ്പോൾ പശു ആണെങ്കിൽ ആ പശുവിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത് അവരിവിടെ എഴുതും. അതുപോലെ തന്നെ എരുമ, അങ്ങനെയുള്ളത് എന്താണ് ആ പേരോട് കൂടിയാണ് അവർ ചേർക്കുന്നത്. എന്നാൽ ഈ ഒരു മിഥുൻ എന്നുള്ള കന്നുകാലി എന്താണ്? മറ്റുള്ളവ എന്നുള്ള ഈ ഒരു കാറ്റഗറിയിലായിരുന്നു ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ് ഔദ്യോഗികമായി ആദ്യമായിട്ട് എന്താണ് മിഥുൻ എന്ന് തന്നെ എന്താണ് പേര് ചേർക്കപ്പെട്ടിരിക്കുകയാണ്, ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്ത് വെക്കാം? അസമിലാണ്. എന്താണ്? അസമിലാണ്. ഈ ഒരു മൃഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എന്താണ് ഔദ്യോഗികമായി തന്നെ ഇതിൻ്റെ പേര്, മൃഗത്തിൻ്റെ പേര് മിഥുൻ എന്നുള്ള പേര് ഔദ്യോഗികമായി തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി മിഥുൻ എന്നുള്ള മൃഗം, ആ ഒരു കന്നുകാലി മൃഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗം കൂടിയാണ് എന്ത്? മിഥുൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. എന്താണ്? അരുണാചൽ പ്രദേശ് അതേപോലെ നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമാണ് എന്ത്? മിഥുൻ. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ബിഗ് ഡോസ്. എന്താണ്? ബിഗ് ഡോസ് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ ലോക പ്രശസ്തനായ മലയാളി ആരെന്നാണ്? നമുക്കറിയാം ആരാണ്? ഹനുമാൻ കൈന്താണ്. എന്താണ്? ഹനുമാൻ കൈന്താണ്. അപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയ ഒരു സോങ് ആയിരുന്നു എന്ത്? ബിഗ് ഡോങ്സ് എന്നുള്ള ഈ ഒരു സോങ്, ഈ ഒരു മ്യൂസിക്. അപ്പോൾ ഈ ഒരു ഗാനത്തിലൂടെ അദ്ദേഹം എന്താണ് ലോക പ്രശസ്തനായി തന്നെ മാറിയിരിക്കുകയാണ്. മികച്ച ഗാനങ്ങളുടെ റാങ്ക് ചെയ്യുന്ന ബിൽബോർഡ്സ് ഗ്ലോബൽ 200 ലിസ്റ്റിൽ ഈ ഒരു ഗാനം, അതായത് ബിഗ് ഡോങ്സ് എന്നുള്ള ഗാനം 9ാമത് റാങ്കിലാണ് ഈ ഒരു ആഴ്ച വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ബിഗ് ഡോഗ്സ് എന്നുള്ള ഹിറ്റ് ഗാനത്തിലൂടെ ലോക പ്രശസ്തനായ മലയാളി ആരാണ്? അത് ഹനുമാൻ കൈന്താണ്. ഇനി അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് ഓർത്തു വെക്കുക. സൂരജ് ചെറുകാട്. എന്താണ്? സൂരജ് ചെറുകാട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം. അപ്പോൾ ഓർത്തു വെക്കാം എന്താണ്? ബിഗ് ഡോഗ്സ് എന്നുള്ള ഹിറ്റ് ഗാനത്തിലൂടെ ലോക പ്രശസ്തനായ മലയാളി ആരാണ്? ഹനുമാൻ കൈന്താണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. റൈറ്റ് ടു ഡിസ്കണക്ട്. എന്താണ്? റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതെന്നാണ്? എന്താണെന്ന് ഓർത്തു വെക്കുക. റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള നിയമമാണ്. ഈ ഒരു നിയമം വന്ന രാജ്യം ഏതാണ്? പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഇനി എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ള മണിക്കൂറുണ്ട്. ഇത്ര മണിക്കൂറത്തേക്കായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ, നമ്മുടെ ജോലി സമയം കഴിഞ്ഞാൽ പിന്നീടുള്ള സമയത്ത് നമ്മുടെ തൊഴിലുടമ നമ്മളെ ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ അതിലൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതില്ല, അതിനൊക്കെ പ്രതികരിക്കേണ്ടതില്ല. അതൊക്കെ നമുക്ക് എന്താണ് നിരസിക്കാം എന്നുള്ളതാണ് എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള നിയമം. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം എവിടെയാണ് വന്നിരിക്കുന്നത്? പ്രാബല്യത്തിൽ ഓസ്ട്രേലിയയിലാണ്. എന്താണ്? ഓസ്ട്രേലിയയിൽ ഈ ഒരു നിയമം വന്നിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട്. എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് ഓർത്തു വെക്കാം. നമ്മുടെ വർക്കിംഗ് അവർ കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്മുടെ തൊഴിലുടമ അല്ലെങ്കിൽ നമ്മുടെ മേലധികാരികൾ നമുക്ക് അയക്കുന്ന മെയിലുകളോ കോളുകളോ അതേപോലെ മെസ്സേജുകൾക്കോ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു നിയമമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നിയമം വന്നിരിക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര പര്യവേഷണം ഏതെന്നാണ്? ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 ആണ്. എന്താണ്? ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിന്റെ എന്തിനെയാണെന്ന് ഓർത്ത് വെക്കാം. മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൽ നിന്നും നമ്മുടെ റോവറായിട്ടുള്ള എന്താണ് ചന്ദ്രയാൻ 3യുടെ റോവറായ പ്രഗ്യാൻ എന്താണ് 2 ആഴ്ചയോളം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏകദേശം ഒരു 100 മീറ്ററോളം സഞ്ചരിക്കുകയുണ്ടായി. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. എന്താണ്? മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം നമുക്കറിയാവുന്നതാണ് ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത് 2023 എന്താണ് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. അതേപോലെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയതെന്നാണ് അത് 2023 ഓഗസ്റ്റ് 5 ഓർത്ത് വെക്കാം. അതേപോലെ 2023 ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ എത്തിയത്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് എന്നുള്ള കാര്യവും നമുക്ക് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ ഓഗസ്റ്റ്
2023 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ ബഹിരാകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചന്ദ്ര പര്യവേഷണം ഏതാണ്? അത് ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൽ നിന്നും റോവറായിട്ടുള്ള പ്രഗ്യാൻ എന്താണ് 2 ആഴ്ചയോളം ചന്ദ്രന്റെ ഉപരിതലത്തിൽ 100 മീറ്ററോളം സഞ്ചരിക്കുകയുണ്ടായി. അതിനിടയിലാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഓഗസ്റ്റ് 23 എവിടെയാണ്? ശിവശക്തി പോയിന്റിൽ, ചന്ദ്രന്റെ ശിവശക്തി പോയിന്റിൽ നിന്നാണ് ലാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇനി നോക്കുന്നത്. ചൈനയിലെ ചെങ്ഡുവിൽ നടന്ന അണ്ടർ-17 ആൻഡ് അണ്ടർ-15 ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-15 വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? തൻവി ബത്രിയാണ്. തൻവി ബത്രിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏത് മത്സരത്തിലാണെന്ന് ഓർത്തു വെക്കുക? ചൈനയിലെ ചെങ്ഡുവിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത്. എന്ത് കോമ്പറ്റീഷൻ ആയിരുന്നു? അണ്ടർ-17 ആൻഡ് അണ്ടർ-15 ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അണ്ടർ-15 ആണ് അണ്ടർ-15 വനിതാ സിംഗിൾസിലാണ് കിരീടം നേടിയത്. അപ്പോൾ ആരാണെന്ന് ഓർത്തു വെക്കാം? തൻവി ബത്രിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു മത്സരത്തിൽ അണ്ടർ-17 ആണുങ്ങളുടെ അണ്ടർ-17 മത്സരത്തിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ജ്ഞാനാദത്ത് വെങ്കല മെഡലും നേടിയിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഇതിനോടൊപ്പം ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, ചൈനയിലെ ചെങ്ഡുവിൽ നടന്ന അണ്ടർ-17 അണ്ടർ-15 ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-15 വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? തൻവി ബത്രിയാണ്. അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ അണ്ടർ-17 പുരുഷന്മാരുടെ ആണുങ്ങളുടെ അണ്ടർ-17 കോമ്പറ്റീഷനിൽ ഇന്ത്യയുടെ ജ്ഞാനദത്ത് വെങ്കല മെഡൽ നേടിയിരുന്നു. വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. സൈലീഷ്യ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ പുരുഷ പോൾ വാട്ടിൽ ഒന്നാമതെത്തിയ സ്വീഡിഷ് താരം ആരാണ്? അർമാൻഡ് ഡുപ്ലന്റീസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വീഡിഷ് താരമാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു വെക്കാം. ഇനി അദ്ദേഹം ഏതൊരു വിഭാഗത്തിലാണ് ഒന്നാമതെത്തിയത്? പുരുഷ പോൾ വാട്ടിലാണ്. ഏത് മത്സരത്തിലാണ്? സൈലീഷ്യ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ പുരുഷ പോൾ വാട്ടിലാണ് അദ്ദേഹം ഒന്നാമതെത്തിയതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ, അതായത് പുരുഷ പോൾ വാട്ടിൽ അദ്ദേഹം പുതിയ ഒരു ലോക റെക്കോർഡ് സൃഷ്ടിക്കുകയുണ്ടായി. എത്രയാണെന്ന് നോക്കാം. 6.26 മീറ്റർ ഉയരം കടന്നാണ് അദ്ദേഹം ഈ ഒരു പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 10ാം തവണയാണ് ഇതേപോലെ ലോക റെക്കോർഡ് മറികടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം, 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ പോൾ വാട്ടിൽ അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, സൈലീഷ്യ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ പുരുഷ പോൾ വാട്ടിൽ ഒന്നാമതെത്തിയ സ്വീഡിഷ് താരമാരാണ്? അത് അർമാൻഡ് ഡുപ്ലന്റീസ് ആണ്. അദ്ദേഹം സൃഷ്ടിച്ച പുതിയ റെക്കോർഡ് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം. 6.26 മീറ്റർ എന്നുള്ള ലോക റെക്കോർഡ് കൂടിയാണ് അദ്ദേഹം ഒന്നാമനായിട്ട് എത്തിയിരിക്കുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ പോൾ വാട്ടിൽ അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ് ഇതാണ്, രാജ്യാന്തര T20യിൽ കൂടുതൽ തുടർ വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഏതെന്നാണ്? സ്പെയിനാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കാം. അടുത്തിടെയാണ് ഈ ഒരു സംഭവം. രാജ്യാന്തര T20യിൽ ഏറ്റവും കൂടുതൽ തുടർ വിജയങ്ങൾ എന്ന റെക്കോർഡാണ് നേടിയിരിക്കുന്നത്. ഏത് രാജ്യമാണ്? സ്പെയിനാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ നിലവിലുണ്ടായിരുന്ന റെക്കോർഡാണ് മറികടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. 13 തുടർ വിജയങ്ങൾ എന്നുള്ള മലേഷ്യയുടെ റെക്കോർഡാണ് മറികടന്നത്. അപ്പോൾ ഏത് രാജ്യമാണ്? സ്പെയിനാണ് പുതിയ റെക്കോർഡ് നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക. അടുത്തിടെ രാജ്യാന്തര T20യിൽ ഏറ്റവും കൂടുതൽ തുടർ വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. 13 തുടർ വിജയങ്ങൾ റെക്കോർഡ് നേടിയിരുന്ന മലേഷ്യയുടെ റെക്കോർഡാണ് മറികടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച സ്റ്റാർഡസ്റ്റിന്റെ സ്ഥാപകൻ ആരെന്നാണ്? അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം. നാരി ഹിര എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കാം. സ്റ്റാർഡസ്റ്റിന്റെ സ്ഥാപകനാണ്, അതായത് സിനിമ മാഗസിൻ ആയിട്ടുള്ള സ്റ്റാർഡസ്റ്റിന്റെ സ്ഥാപകനാണ് ആര്? നാരി ഹിര. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്.
അടുത്തത് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ മുൻ പരിശീലകൻ ആരാണെന്ന് നോക്കാം. സ്വെൻ ഗോരാൻ. ആരാണ്? സ്വെൻ ഗോരാൻ എറിക്സൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കുക, സ്വെൻ ഗോരാൻ എറിക്സൺ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ മുൻ പരിശീലകനായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ ആദ്യ വിദേശ പരിശീലകൻ കൂടിയായിരുന്നു സ്വെൻ ഗോരാൻ എന്നുള്ള കാര്യം. 2021 കാലഘട്ടത്തിൽ അദ്ദേഹം ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിരുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ മുൻ പരിശീലകൻ ആരാണ്? സ്വെൻ ഗോരാൻ എറിക്സൺ ആണ്. വീണ്ടും ഒരു വിയോഗം നമ്മൾ നോക്കുകയാണ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ടെന്നീസ് പരിശീലകൻ ആരാണ്? പീറ്റർ ലെൻഡഗ്രൻ ആണ്. ആരാണ്? പീറ്റർ ലെൻഡഗ്രൻ ആണ്. അദ്ദേഹം എന്തായിരുന്നു? ഒരു ടെന്നീസ് പരിശീലകനായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ തന്നെ അദ്ദേഹം റോജർ ഫെഡററുടെ പരിശീലകനും കൂടി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കാം. മുൻ ടെന്നീസ് പരിശീലകനായിരുന്നു. അപ്പോൾ പോയിന്റ് ഇതാണ്, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ടെന്നീസ് പരിശീലകൻ ആരാണ്? അത് പീറ്റർ ലെൻഡഗ്രൻ ആണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രധാന PSC പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LGS എക്സാമുകളാണ് വരുന്നത്. അതേപോലെ തന്നെ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി CEO, CPO, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ വരുന്നുണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ ടീച്ചിങ് എക്സാമുകളാണ്. അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. നാസ്കോമിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? സിന്ധു ഗംഗാധരനാണ് നാസ്കോമിന്റെ ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതയായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. ബുക്കിന്റെ പേരെന്താണ്? മോദീസ് ഗവേണൻസ് ട്രയംപ് റീഷേപ്പിംഗ് ഇന്ത്യസ് പാത്ത് ടു പ്രോസ്പെരിറ്റി എന്നുള്ള ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ്? തരുൺ ചഗ് ആണ്. തരുൺ ചഗ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ആരുമായി ബന്ധപ്പെട്ട ബുക്കാണെന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ബുക്കാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലഡാക്കിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ 5 ജില്ലകളുണ്ട്. ആ പുതിയ ജില്ലകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കിയത്. പോയിന്റ് ഇതായിരുന്നു, പുതിയതായി 5 ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ഇനി ഏതാണ് പുതിയ ജില്ലകൾ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. സൻസ്കാർ. സൻസ്കാർ. ജില്ലകൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. സൻസ്കാർ, അതേപോലെ ദ്രാസ്. ദ്രാസ്, അതേപോലെ നുബ്ര എന്നുള്ള ജില്ലയുമുണ്ട്. ചാങ്ടാങ്. ചാങ്ടാങ് എന്നുള്ള ജില്ല. അഞ്ചാമത്തെ ഏതാണ്? ഷാം. എന്നീ ജില്ലകളാണ് നിലവിൽ വരുന്നത്. ഓർത്തു വെക്കുക, ഷാം, സൻസ്കാർ, ദ്രാസ്, നുബ്ര, ചാങ്താങ് എന്നീ ജില്ലകളാണ് ലഡാക്കിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലകൾ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ തകർന്നു വീണ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിന്ധുദുർഗിലാണ് ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 2023 നാവികസേനാ ദിനത്തോട് അനുബന്ധിച്ചാണ് ഈ ഒരു പ്രതിമ സിന്ധുദുർഗിലെ ആര് അനാച്ഛാദനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ മിഥുൻ. മിഥുൻ എന്ന മൃഗത്തെ ആദ്യമായി ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ്? അസമിലാണ്. അസമിൽ മിഥുൻ എന്നുള്ള മൃഗത്തിന്റെ പേര് അവരുടെ ഔദ്യോഗിക രേഖകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ബിഗ് ഡോഗ്സ് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ ലോകപ്രശസ്തനായ മലയാളി ആരാണ്? ഹനുമാൻ കൈന്താണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. സൂരജ് ചെറുകാട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതെന്നാണ്? ഓസ്ട്രേലിയയിലാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത്. എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ വർക്കിംഗ് അവേഴ്സിന് ശേഷം നമുക്ക് നമ്മുടെ തൊഴിൽ ഉടമയുടെ കോളുകളോ ഫോണുകളോ അതേപോലെ മെയിലുകളോ ഒന്നും തന്നെ സ്വീകരിക്കണമെന്നില്ല. അതെല്ലാം നമുക്ക് നിരസിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള നിയമം. അപ്പോൾ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ചന്ദ്രനിൽ മാഗ്മ. മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര പര്യവേഷണം ഏതെന്നാണ്? ചന്ദ്രയാൻ 3 ആണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ചന്ദ്രയാൻ 3യുടെ റോവറായിട്ടുള്ള പ്രഗ്യാൻ 2 ആഴ്ച ചന്ദ്രന്റെ ഉപരിതലത്തിൽ 100 മീറ്റർ സഞ്ചരിക്കുകയുണ്ടായി. അതുവഴിയാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. അതേപോലെ ചന്ദ്രയാൻ 3 എന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്തതെന്നുള്ള കാര്യം
കാര്യം ഓർത്ത് വെക്കാം. 2023 ജൂലൈ 14 ലോഞ്ച് ചെയ്തത്. അതേപോലെ ഓഗസ്റ്റ് 5 എന്താണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുകയും ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കണം. ചന്ദ്രനിൽ മാഗ്മ സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യൻ ചാന്ദ്ര പര്യവേഷണം ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. ചൈനയിലെ ചെങ്ഡുവിൽ നടന്ന അണ്ടർ-17, അണ്ടർ-15 ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-15 വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? തൻവി ബത്രിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് സൈലീഷ്യ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ പുരുഷ പോൾ വാട്ടിൽ ഒന്നാമതെത്തിയ സ്വീഡിഷ് താരം ആരാണ്? അർമാന്ദ് ഡുപ്ലന്റീസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ലോക റെക്കോർഡ് സൃഷ്ടിച്ചുകൂടിയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത്. 6.26 മീറ്റർ ഉയരം കടന്നാണ് ഈ ഒരു ലോക റെക്കോർഡ് നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യാന്തര T20 T20യിൽ ഏറ്റവും കൂടുതൽ തുടർ വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഏതെന്നാണ്? സ്പെയിൻ ആണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ആരുടെ റെക്കോർഡാണ് തിരുത്തിയത്? 13 തുടർ വിജയങ്ങൾ നേടി റെക്കോർഡ് നേടിയിരുന്ന മലേഷ്യയുടെ റെക്കോർഡാണ് ഈ ഒരു സ്പെയിൻ മറികടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ്? വിയോഗങ്ങളായിരുന്നു. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച സ്റ്റാർഡസ്റ്റിന്റെ സ്ഥാപകൻ ആരെന്നാണ് ആദ്യം നോക്കിയത്? നാരി ഹിരയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സിനിമ മാഗസിൻ ആയിട്ടുള്ള സ്റ്റാർഡസ്റ്റിന്റെ സ്ഥാപകനാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ വിയോഗം ഇതായിരുന്നു. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ മുൻ പരിശീലകൻ ആരാണ്? സ്വെൻ ഗോരാൻ എറിക്സൺ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ടെന്നീസ് പരിശീലകൻ ആരെന്നാണ്? പീറ്റർ ലണ്ടഗ്രൻ ആണ് അദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ റോജർ ഫെഡററുടെ പരിശീലകനും കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഓണ വിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയതും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഏതെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഓണം ബൈറ്റ്സ്, ഓപ്ഷൻ ബി കുടുംബശ്രീ ഓണം, ഓപ്ഷൻ സി ഫ്രഷ് ഓണം, ഓപ്ഷൻ ഡി ഫ്രഷ് ബൈറ്റ്സ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പാവേൽ ദുറോവ് ഏത് സോഷ്യൽ മീഡിയ ആപ്പിന്റെ സ്ഥാപകനാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ടെലഗ്രാം, ഓപ്ഷൻ ബി ഫേസ്ബുക്ക്, ഓപ്ഷൻ സി എക്സ്, ഓപ്ഷൻ ഡി ഇൻസ്റ്റാഗ്രാം. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ സ്ത്രീകൾക്കായി സുഭദ്ര പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ഒഡീഷ സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു പദ്ധതി സ്ത്രീകൾക്കായി തുടങ്ങിയത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 9ാമനായി ഇറങ്ങി ഏറ്റവും ഉയർന്ന സ്കോർ നേടി റെക്കോർഡ് സൃഷ്ടിച്ച ശ്രീലങ്കൻ താരം ആരെന്നാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ആരാണ്? മിലൻ രത്നായകയാണ് എന്നാണ് ഈ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.